ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ്. ഇപ്പം ഞാൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു ഡ്രസ്സാണിത്. ഇപ്പോൾ പുല്ലുവെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇത് നല്ലൊരു ചേനയാണ്, നല്ല ഭംഗിയിൽ വന്നിട്ടൊരു ചേന. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് പോണ പൈപ്പാണ്. പക്ഷെ ഇതിൻ്റെ കടക്കിലാണ് ഈ ചേന വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മണ്ണില്ലാത്ത ഈ ഭാഗത്ത് കണ്ട നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. ഈ വേരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചേനനെ രക്ഷിച്ചെടുക്കാം, അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള ചേന എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അതിന് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം, നമ്മുടെ വീട്ടിലത്തെ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ആർക്കും വേണമെങ്കിലും ചെയ്യാം. ഇത് വെള്ളക്കെട്ടുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് പറിച്ചെടുത്തിട്ട് ഒരു കൂന കൂട്ടി അതിന് മീതെ വെക്കൽ എളുപ്പമല്ല. ചേന ഓൾറെഡി താഴത്തോട്ട് വളരുന്നൊരു വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇനി താഴ്ത്തി കുഴിച്ചിടാനും പറ്റില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് രക്ഷിച്ചെടുക്കാൻ പറ്റിയതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണാൻ പോണേ. അപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ചുറ്റും നിറയെ ചകിരി എടുക്കുന്നുണ്ട്, ചപ്പും ചമ്മലം എടുക്കുന്നുണ്ട്, വളം എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആകെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ഒരു ചേന മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനധികം വലിപ്പമൊന്നുമില്ല. ഇതിന് ചുറ്റും തിന്നറ പോലെ അത് വേര് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ പുല്ല്, ഇത് ചേനയുടെ ചെറിയ ചെടികള്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ഉപകാരമില്ല. ഇതൊക്കെ നമ്മൾ വലിച്ചു കളഞ്ഞു. നമ്മുടെ ഈ ഭാഗം വളരെ വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ഏറെ ഒരു 3 കിലോ അല്ലെങ്കിൽ 2 കിലോ വലിപ്പത്തിൽ ചേന വരുന്നത് ഇത്ര ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ ചകിരിയുള്ള ചിരട്ടിയിൽ ഈ ചകിരി ഉണ്ടല്ലോ, ഈ ചകിരി നമ്മുടെ ഈ ചേന ഇത്ര ബേസ് കണക്കാക്കാം. ഇത്ര ബേസ് കണക്കാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ ഈ നാളികേരത്തിന്റെ തൊണ്ട് ഇതിവിടെ അടക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ട് വല്ല ഉപകാരം ഉണ്ടോന്ന്. ഉപകാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. മുന്നേ ഞങ്ങൾ ഇതേപോലെ രക്ഷപ്പെടുത്തിയ ഒരു ചെടി ഉണ്ടായിരുന്നു. ഇത് വലിച്ചു കുഴിച്ചിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നീട് ഇത് മുളച്ച് വന്ന് വൃത്തിയിലായി വരാനൊക്കെ ടൈം എടുക്കും. അപ്പൊ ഇവിടെയൊക്കെ വേര് പോയിട്ടുണ്ട്. കണ്ട, ഇതൊക്കെ അതിന്റെ വേരുകളാണ്. നോക്കിയാ, ഇത് കണ്ട, ഇതൊക്കെ അതിന്റെ വേരുകളാണ്. വേരുകളൊന്നും നമ്മൾ പൊട്ടിക്കണില്ല. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അകലത്തില് ഈ വലിയ നാളികേരത്തിന് തൊണ്ട് ഇവിടെ ഒതുക്കണം. കണ്ടാ, അപ്പൊ ഞാനിവിടെ അമ്മച്ചി കൊണ്ടുവന്ന് ഇട്ടതാണിത്. അപ്പൊ നാളികേരത്തെ തൊണ്ട് ഇതിങ്ങനെ ഒതുക്കാം. അപ്പൊ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നോ പ്രോബ്ലം. അപ്പൊ ഞാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത് ആദ്യം ഒതുക്കാം. അപ്പൊ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചകിരിയുടെ പുറം തോടിന്റെ ഇപ്പുറത്തില്ലേ നമ്മുടെ പൂവൊക്കെ നിൽക്കുന്ന ഭാഗല്ലേ, ആ ഭാഗമാണ് ഞാനിവിടെ സെറ്റ് ചെയ്യണം. ഇതേ, ഇപ്പൊ നമുക്ക് ഈ വേപ്പിന്റെ ചെടി കളയണ്ട, ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇനി ഒരെണ്ണം കൂടി വെച്ചാല് നമ്മുടെ ഈ ഭാഗം ഫിനിഷിങ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മീതെ കുറച്ചും കൂടി ചെറുപ്പത്തിലുള്ള സാധനം ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതാ, ഇതുപോലെ കാണാണ്ട നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ട. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മണ്ണിട്ടാലോ വളങ്ങൾ ഇട്ടാലോ പുറത്തേക്ക് പോവില്ല. വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും ചെയ്യും. ഒരാൾ പുറമെ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് വൃത്തികേടായിട്ടാണല്ലോ കിടക്കണേന്ന് ആരും പറയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്നീക്ക് ഇവിടെ ചെയ്യണത് കേട്ടോ. ഇതെല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട് വടക്കാഞ്ചേരിയിലാണ്. മംഗലം ഭാഗത്തൊരു വീട്ടിൽ ഞാൻ ഇതുപോലെ തെങ്ങിന്റെ തടം വളരെ വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുള്ള വീഡിയോ കണ്ടു. ഇപ്പം നോക്കിയേ, ഈ ഭാഗങ്ങൾ നിങ്ങൾ കണ്ട, മണ്ണ് പോവില്ല. നമുക്ക് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ചെയ്യാം. വേനൽക്കാലത്ത് ഇതിന് ഈർപ്പം നിൽക്കും. അങ്ങനെ പല ഉപകാരങ്ങളും നമുക്ക് ഇതുകൊണ്ടുണ്ട്. കണ്ടാ, അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പം അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. നമ്മളെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേനൽക്കാലം ആകുമ്പോൾ കൂട്ടിയിട്ട് കത്തിക്കും. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കാനോ നശിപ്പിച്ച് കളയാനോ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ എല്ലാ പൊതുവുള്ള കർഷകർ അങ്ങനെയാണ് ചെയ്യുക. കർഷക മനസ്സില്ലാത്ത ആൾക്കാർ മാത്രമാണ് കത്തിക്കണതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ വിലയില്ല, പുച്ഛാണ്. നമ്മളോടും പുച്ഛം മാത്രമേ ഉള്ളൂ. അത് എല്ലാ കർഷകരോടും എല്ലാവർക്കും ഉള്ളത് അങ്ങനെ തന്നെയാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ കർഷകരനെയാണ് നമ്മൾ കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. നമ്മുടെ ഭരശ്രീ മമ്മൂട്ടി പറഞ്ഞല്ലോ, ചേറിൽ കൈ വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈ വെക്കണേന്ന്. വളരെ കൃത്യമായിട്ടൊരു നിരീക്ഷണമാണ് മൂപ്പരുടെ. ആള് കൃഷി ചെയ്യണല്ല ഏറ്റവും വലിയ
പൊസിഷനിലിരിക്കുന്ന മനുഷ്യനാണ്, അയാളെ വായെന്ന് വന്നത് കണ്ടില്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് വൃത്തിയിൽ ചെയ്യാൻ പറ്റിയാന്ന്. എൻ്റെ ഏറെക്കുറെ കഴിയാറായിട്ടാ. ഇതാ ഏറെക്കുറെ ഞാൻ ഫിനിഷിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ചെറുതും ചെറുതൊക്കെ വലുത് വെച്ച്. ഇപ്പം നിങ്ങൾക്ക് ചുറ്റൊന്ന് നോക്കിയേ, ഇതിൽ ചുറ്റൊന്ന് കാണിച്ചേ. വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഭാഗം. നമ്മുടെ ഇത് ഏറെക്കുറെ നമുക്ക് കുറച്ചും കൂടി വലുപ്പമുണ്ട്. നമ്മൾ എന്ത് മണ്ണിട്ടാലും ഉതിർന്ന് പോവില്ല, കോഴികൾ ചിക്കി മാന്തി എടുക്കില്ല, വേറെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇതിനുള്ളിലേക്ക് ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത് കുറച്ച് ചപ്പിടാന്നാണ്. ഇത് ഇങ്ങോട്ട് നോക്കി, വീട്ടിലുണ്ടാവുന്ന ചപ്പും ചമ്മലും നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കും വേനൽക്കാലത്ത്. അതൊന്നും കത്തിക്കരുത്. അത് നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ ചപ്പും ചമ്മലുണ്ടാവും, ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേറെ കാട്ടിത്തരാം. നമ്മളെല്ലാവരും ഈ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ പോയിട്ട് പെടുന്നത്. നമ്മുടെ ചെടികളുടെ സംരക്ഷണം, ചെടികൾ തന്നെ തീർക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഇലയൊക്കെ പൊളിച്ചിടുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ സൗകര്യപൂർവ്വം മറക്കണതാണ്. ഇപ്പം ഞാനൊരു ലെയർ ഇതിട്ടു കേട്ടാ. ഈ നോക്കി നിങ്ങൾ, ഇതൊരു ജൈവവളമാണ്. ജൈവവളം മീൻസ് നമ്മുടെ ഞങ്ങളുടെ മറ്റേ മൊയിലും കാഷ്ടം, പിന്നെ അതേപോലെ ബാക്കി വന്ന ജൈവവളങ്ങൾ കൂട്ടിയിട്ടതാണ് സൈഡിൽ. മഴയൊക്കെ കൊണ്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഈ മണ്ണിൻ്റെ കളർ കണ്ട, ഇത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. വേരിന് ഏറ്റവും ബെസ്റ്റാണ്. നോ പ്രോബ്ലം, അത് കുഴപ്പമില്ല. പാറപ്പൊടിയാണ്. ഞാനിത് കുറച്ച് ലെയർ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടത്. ഇതിന് ഇട്ട് കൊടുത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ മണ്ണ് മാന്തിയിൽ നോക്കി നിങ്ങൾ ഇത് കണ്ട. മണ്ണിര ഉണ്ടാവണ മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും ഫലഭൂഷുള്ള മണ്ണാണ്. കണ്ട, ഇതിങ്ങോട്ട് നോക്കി നിങ്ങൾ, ഇത് കണ്ട മണ്ണിര. അപ്പം ഈ മണ്ണിരുള്ള മണ്ണാണ്, നല്ല തണവുള്ള മണ്ണാണ്. നമ്മളിത് ജസ്റ്റ് ഒരു ലെയർ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതെന്താ വെച്ചാൽ സ്റ്റെപ്പായിട്ട് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇല കിടന്ന് ഉണങ്ങാന്നല്ലാണ്ട് ചെയ്യില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിതാ വീണ്ടും നമ്മൾ കുത്തി നിറച്ച് ഇതൊക്കെ ഇനി ഇതിൽ കിടന്ന് ഒന്നുകൂടി താവും എന്നുള്ളതാണ്. രണ്ട് മഴ കൊണ്ട് ഒന്ന് ചൂടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് ഈ ഇല താവുമ്പോൾ ഒന്നും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. കണ്ട, വീട്ടിൽ സ്ഥലമില്ലാത്ത ആൾക്കാർ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇപ്പം ഞാൻ ചെയ്യണം കേട്ടാ. ഇതാ ഞാനിത് ഒന്നും കൂടി നിറച്ചു. ഇതിൻ്റെ മീതെ ഇതേ കുറച്ചും കൂടി മണ്ണിട്ടു. സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട, ഇത് ഇറങ്ങി പോകണം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുക, വേറെ ഒന്നും കാര്യങ്ങൾ ചെയ്യേണ്ടത്. കണ്ട, മണ്ണിരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിരകൾ തന്നെ ഈ ഇലയൊക്കെ നശിപ്പിച്ചോളും, വളമാക്കി മാറ്റിക്കോളും. കണ്ട, നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എത്രത്തോളം ഇതിലേക്ക് ഇലകളും കാര്യങ്ങളും വന്നിട്ട് മനസ്സിലായില്ലേ. വീണ്ടും ഞാനിത് സ്റ്റെപ്പായിട്ട് ഇതേ ഇല വെച്ചു. ഇല വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇല ഒന്ന് നിറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇനി ക്ഷമിക്കുക, ഇനി ഇതിൽ ഇല നിറക്കേണ്ട ആവശ്യമില്ല. ഈ 2 ദിവസം കഴിയുമ്പോൾ ഇല ഒന്ന് താവും. ഞങ്ങൾ മുന്നേ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലാരിറ്റിയിൽ പറഞ്ഞു തരുന്നത്. ഇത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ഒന്നും കൂടി ഇറങ്ങി ഒരു ലെവലിൽ സെറ്റാകും. അപ്പോൾ നമ്മളിതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്നും മാന്താണ്ടിരിക്കാൻ വേണ്ടി ഒന്നും കൂടി നമ്മളിതേ ആകെ ഞാനിത് അടിച്ചുവാരിയാണ് ഈ കാണുന്നത്. ഈ അടിച്ചുവാരിലുള്ള വളം മണ്ണ് മാത്രമാണ് ഞാനിതിലിടുന്നത്. കണ്ട, ഇവിടെ നോക്കിയാ ഈ അടിച്ചുവാരിലേക്കുള്ള വളം മണ്ണ് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് കണ്ട, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരി വെറുതെ ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. കണ്ട, കോഴിയുള്ള വീട്ടുകാർക്കൊക്കെ ഇതൊക്കെ ബെസ്റ്റായിട്ട് ചെയ്യാട്ടോ ഈ പരിപാടി. ഇപ്പം നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഈ ചുറ്റുപാടും നോക്കിയേ എങ്ങനെയുണ്ട്, നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട് നോക്കിയേ. ഇതിന്ന് യാതൊരുവിധ രീതിയിലും നമ്മുടെ ഈ സാധനങ്ങൾ നശിക്കില്ല, ഉതിർന്ന് വീഴില്ല, ഒരു സെറ്റാവും. മണ്ണൊക്കെ വരും, ഒരു വെള്ളമൊക്കെ ആവണ സമയത്ത് സെറ്റാവും. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ചാനലിനെ രക്ഷിച്ചെടുത്തത്.
ഇത്ര ചെറിയ കാര്യമുള്ളൂ. ഇത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം. 5 മിനിറ്റ് ഒരു ചേനയുടെ മുകളിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ചേന പറിക്കുമ്പോൾ എന്തായാലും ഒരു 1/2 കിലോ കൂടുതലെങ്കിലും കിട്ടും. 1/2 കിലോനെങ്കിലും കൂടുതൽ കിട്ടും. നമ്മൾ വിചാരിക്കും 1/2 കിലോനെ ആകെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് വരുന്ന ചേന വളം ഇട്ടും കീടനാശിനി ഇട്ടിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഏറ്റവും ചുരുങ്ങിയ സാധനം ചേന പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും വലിയ മടിയന്മാരാന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാശ് കുറവിന് നോക്കിയിട്ട് ചേന മേടിക്കാലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാ ദിവസവും നമ്മൾ വിഷം കഴിക്കുന്നതിൽ കുറച്ചെങ്കിലും ഭാഗം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നല്ല പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് നാൾ ചിലപ്പോൾ കൂടുതൽ കിട്ടിയാലോ. ചുറ്റുപാടും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാൻസറും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് എല്ലാ രീതിയിലും വളപ്രയോഗം നടത്തിയിട്ട് കീടനാശിനി ചെയ്തിട്ട് തന്നെയാണ് ചേനകളൊക്കെ നമുക്ക് വരുന്നത്, ഏത് പച്ചക്കറി ആയാലും. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഈ 5 മിനിറ്റിന്റെ സമയം നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നല്ല വളക്കൂറുള്ള നല്ല സ്വാദുള്ള ചേന കിട്ടും. അപ്പൊ ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഒരു പണി കഴിഞ്ഞു, നെക്സ്റ്റ് വർക്കിലേക്ക് പോവാണ്. അപ്പൊ അതുവരെ എന്റെ എല്ലാ കൃഷി സ്നേഹികളായ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളൂ. നിങ്ങളൊരു മുളക് ചെടിയോ ഒരു ചെറിയ എന്തെങ്കിലും തക്കാളി ചെടി നടുക, കൃഷിക്കാരാവുക, കൃഷി ചെയ്യുക, കൃഷിക്കാരാവുക. ഓക്കെ.